ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോർ എവർ യു എന്ന സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നമ്മുടെ ടോറാണെങ്കിൽ നോർത്തിനോട് ഇനി ഞാൻ ഹില്ലിനെ മൈൻഡ് ചെയ്യത്തില്ല, അവനെ ശ്രദ്ധിക്കത്തില്ല, എനിക്ക് അവനോട് ക്രഷുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കോളേജിലേക്ക് പോകാൻ ഇറങ്ങുവാണ്. അപ്പോൾ കറക്റ്റ് ഇതാ നമ്മുടെ ഹില്ല് നമ്മുടെ ടോറിനെ കോളേജിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ഇതാ വന്ന് ഇപ്പോൾ ഉണ്ട്. ഇത് കണ്ട നമ്മുടെ ടോർ അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞിരുന്നപ്പോൾ നമ്മുടെ ഹില്ലാണെങ്കിൽ വാ ഞാൻ നിന്നെ കോളേജിൽ കൊണ്ടുവിടാമെന്ന് പറയാൻ ടേർ. അപ്പോൾ അത് വേണ്ട, ഞാൻ എൻ്റെ ഫ്രണ്ട് നോർത്തിലൂടെ വന്നോളാം എന്ന് പറഞ്ഞ ഉടനെ നോർത്ത് ഹില്ലിനെ നോക്കിയിട്ട് ഹായും കാണിച്ചിട്ട് സ്പീഡിന് അവിടെ നിന്ന് ഒറ്റയ്ക്ക് നടന്നു പോകാണ്. ടേർ അങ്ങനെ നമ്മുടെ ഹില്ലിൻ്റെ അടുത്ത് പെട്ടു പോകുന്നുണ്ട്. പിന്നെ ഹില്ല് നമ്മുടെ ടേറിനെ എങ്ങനെയൊക്കെയോ വലിച്ച് കാറി കയറ്റി കൊണ്ടുപോവാണ്. അങ്ങനെ പോകുന്ന ടൈമിന് നമ്മുടെ ഹില്ലാണെങ്കിൽ നീ ഇപ്പോഴും മുമ്പത്തെ പോലെ ഫോട്ടോസൊക്കെ എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹില്ല് നീ പ്രൊഫഷണലായിട്ട് ഫോട്ടോ എടുക്കുമെന്ന് വെച്ചപ്പോൾ ഇല്ല ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയാണ്. ആ സമയം ഹില്ല് പക്ഷേ നിനക്ക് വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് പോലെ ഉണ്ട്, നമ്മുടെ കോളേജിൻ്റെ പ്രൊമോഷൻ വീഡിയോയ്ക്ക് ഫോട്ടോസ് എടുക്കാൻ നിൻ്റെ ആവശ്യമുണ്ട്, നീ വരണമെന്ന് പറയാണ്. ആ സമയം ടേർ അയ്യോ അതൊന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ വന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഹില്ലാണെങ്കിൽ ഇല്ല നീ തന്നെ വരണം, ഞാനിവിടെ ഉണ്ടാകും, നീ ടെൻഷനാവണ്ട, നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടേറിൻ്റെ അടുത്ത് നിനക്കിപ്പോൾ എങ്ങോട്ടാണ് പോവേണ്ടത്, നേരെ കോളേജിലോട്ടാണോ അത് വേറെ എങ്ങോട്ടേലാണെന്ന് വെച്ചപ്പോൾ എനിക്ക് ലൈബ്രറിയിലോട്ടാണ് ഫസ്റ്റ് പോവേണ്ടതെന്ന് പറയാണ്. ആ സമയം ഹില്ല് നീ ഇപ്പോഴും ബുക്കൊക്കെ വായിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടേർ തൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും ഹില്ലിന് ഓർമ്മയുണ്ടല്ലോ എന്നൊരു ചെറുതായിട്ട് സന്തോഷിക്കുന്നുണ്ട്. ആ ടൈമിലാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹില്ലും ടേറും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന്. അങ്ങനെ സ്കൂൾ ടൈമിൽ പഠിക്കുന്ന ടൈമിൽ നമ്മുടെ ടേർ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ലൈബ്രറിയിലേക്ക് വരാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അവനവിടെ വന്നിട്ട് ബുക്ക് വായിക്കും മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ലൈബ്രറിയിൽ ഇരിക്കുന്നതിൻ്റെ അവിടെ കുട്ടികളെല്ലാം ബുക്ക് വായിച്ചിട്ട് ആ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് പോവും. അപ്പോൾ നമ്മുടെ ടേർ വന്നിട്ട് എപ്പോഴും ആ ബുക്കുകൾ കളക്ട് ചെയ്ത് ഏത് ഷെൽഫിലാണോ ഏത് ബുക്ക് ഇരിക്കേണ്ടത് അതൊക്കെ കൊണ്ടുവച്ചിട്ട് അവിടെ ഹെൽപ്പ് ചെയ്യായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ അതുപോലെ ബുക്കൊക്കെ എടുത്തിങ്ങനെ വയ്ക്കുന്ന ടൈമിന് നമ്മുടെ ഹില്ല് അതേ സ്ഥലത്ത് ഒരു ടേബിളിലിരുന്ന് പഠിക്കുവാണ്. ടേർ ബുക്ക് അടുക്കി വയ്ക്കുന്ന ടൈമിന് നമ്മുടെ ഹില്ലിനെ തന്നെ നോക്കിക്കൊണ്ടിപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഒരു ടൈം തൊട്ടേ നമ്മുടെ ടേറിന് ഹില്ലിനോട് ക്രഷ് ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ നമ്മുടെ ഹില്ലിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ടൈമിന് ഹില്ലിന് പെട്ടെന്നൊരു അത്യാവശ്യം തന്നെ അവിടെ നിന്ന് പോവേണ്ടി വരുവാണ്. അങ്ങനെ എഴുന്നേറ്റ് പോകുന്ന ടൈമിന് അവനൊരു ബുക്ക് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ടിട്ട് ടേർ ആ ഒരു ബുക്ക് എടുത്ത് വയ്ക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ നമ്മുടെ ഹില്ല് അവൻ്റെ ഫ്രണ്ട്സിനോട് ബാസ്കറ്റ് കളിച്ചുകൊണ്ടിരിക്കായിരുന്നു. അങ്ങനെ ടേർ അങ്ങോട്ട് ചെന്നിട്ട് നമ്മുടെ ഹില്ലിൻ്റെ ഫ്രണ്ടിൻ്റെ ബുക്ക് കൊടുത്തിട്ട് ഇത് ഹില്ല് മറന്നു വെച്ചിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ടേർ നടന്നു പോവാണ്. ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ ഹില്ലിൻ്റെ ബുക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് ടേർ അത് കൊണ്ടുകൊടുത്തത് നമ്മുടെ ഹില്ല് നോക്കുന്നുണ്ട്. അങ്ങനെ ഹില്ല് കളിക്കുന്ന നിർത്തിയിട്ട് നമ്മുടെ ടേറിൻ്റെ പുറകെ പോവാണ്. എന്നിട്ട് ടേറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ബുക്ക് തിരിച്ച് അതിന് താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. ആ സമയം ടേർ അതൊന്നും കുഴപ്പമില്ല, ഞാൻ എന്നും ലൈബ്രറി വരുമ്പോൾ അതേ സെയിം ടേബിളിൽ താനിരിക്കുന്നത് കാണാറുണ്ട്, അതുകൊണ്ടാണ് തന്നെ മനസ്സിലായെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹില്ല് അങ്ങനെയാണോ, ഓക്കെ ഇതിന് താങ്ക്സ് പറയുന്നതിന് പകരമായിട്ട് ഞാൻ ഡ്രിങ്ക്സ് മേടിച്ച് തരട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയം ടേർ വേണമെന്നില്ലായിരുന്നു എന്നാലും ഒന്ന് വാങ്ങിച്ചെന്നു പറയാണ്. അങ്ങനെ നമ്മുടെ ടേറിന് വേണ്ടിയിട്ട് അവൻ്റെ ഇഷ്ടമുള്ള ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഹില്ലൊന്നും വാങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ടേർ നിനക്കൊന്നും വേണ്ടെന്ന് വെച്ചപ്പോൾ എനിക്കിന്ന് സ്വീറ്റായിട്ടുള്ള സംഭവമൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടേർ അയ്യോ അത് കഷ്ടമായി, എൻ്റെ ഒരു ഡെസേർട്ടിൻ്റെ കഫേയാണ് നടത്തുന്നത്, ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയാണ്. അത് കേട്ട നമ്മുടെ ഹില്ല് അങ്ങനെയാണോ ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടേർ അതിന് നിനക്ക് സ്വീറ്റ് ഇഷ്ടമല്ലായിരുന്നു പറഞ്ഞപ്പോൾ ഹില്ല് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടേർ എങ്കിൽ ഓക്കെ മറക്കരുത് എന്തായാലും നീ വീട്ടിലേക്ക് വരണമെന്ന് പറയാണ്. ഇതേസമയം ഹില്ലിൻ്റെ അച്ഛൻ അവനെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഹില്ല് ടേറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ഹില്ലിൻ്റെ അച്ഛന് എന്തുകൊണ്ട് ഭയങ്കര ദേഷ്യം വരുവാണ്. എന്നിട്ട് അവനെ വിളിക്കാതെ അവിടെ തിരിച്ച് നടന്നു പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ഹില്ല് ടേർ ഇൻവൈറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ടേറിൻ്റെ കഫേയിലേക്ക് വരുന്നതാണ്. ആ സമയം ടേറിൻ്റെ അമ്മ ഏത് ഫുഡാണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഇവിടുത്തെ റെക്കമെൻഡേഷൻ എന്താണുള്ളതെന്ന് വെച്ചപ്പോൾ ഇവിടുത്തെ കോക്കനട്ട് കേക്ക് അടിപൊളിയാണ്, എടുക്കട്ടെ എന്ന് നോക്കുന്നുണ്ട്. ആ സമയം ഹില്ല് അത് മതി, ടേർ എവിടെയാണ് ഉള്ളത്, ഞാൻ അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന അവൻ്റെ സീനിയറാണ്, അവൻ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം നീ ടേറിൻ്റെ ഫ്രണ്ടാണോ, വെയിറ്റ് ചെയ്യാൻ പോയി അവനെ വിളിച്ചിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ ഹില്ല് സീറ്റ് ചെയ്യുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ടേർ വന്നിട്ട് നീ ശരിക്കും വന്നല്ലോ, നീ ഇത്ര ഇവിടെ നിന്ന് വരികയും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അതേ ടൈമിന് ടേറിൻ്റെ അമ്മ ഈ കോക്കനട്ട് കേക്ക് ഇവർക്ക് രണ്ടുപേർക്കും കഴിക്കാനായിട്ട് കൊണ്ടുകൊടുത്തിട്ട് പോവുകയാണ്. ആ സമയം നമ്മുടെ ടേർ നീ ഇതാണ് ഓർഡർ ചെയ്തത്, അടിപൊളിയാണ്, ഈ കഫേയിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതെൻ്റെ അമ്മ തന്നെ ഉണ്ടാക്കുന്നതാണ്, കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹില്ലിന് കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. ഹില്ലിന് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഹില്ലിപ്പോൾ ടേറിനെ ആ ലൈബ്രറിയുടെ അവിടെ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നോർത്തും നമ്മുടെ ടേറും കൂടെ ഒരുമിച്ച് ലൈബ്രറി ഇരിക്കുന്നതാണ്. ആ സമയം നമ്മുടെ ടേറാണെങ്കിൽ അത് പിന്നെ എനിക്ക് എൻ്റെ ഒരു കാര്യം ചോദിക്കാനുണ്ട്, ഹില്ല് എൻ്റെ അടുത്ത് ഒരു ഫോട്ടോഗ്രാഫി വർക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ എന്തോ ചെയ്യാനായിട്ട് ഒരു ടെൻഷനുണ്ട്, ഞാൻ എടുക്കുന്ന ഫോട്ടോസ് നേരെ വരത്തില്ലേ എന്ന്, അതുകൊണ്ട് ഞാൻ നിൽക്കണോ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആ സമയം നോർത്ത് നീ എപ്പോഴും എടുക്കുന്ന ഫോട്ടോസ് അടിപൊളിയല്ലേ,
നീ നിന്നെ സ്വയം വിശ്വസിക്കുക, നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഹില്ലിനും ഉറപ്പുള്ളതുകൊണ്ടല്ലേ അവൻ നിന്നെ തന്നെ ഈ ഒരു വർക്ക് ഏൽപ്പിക്കാൻ നിന്നത്. അപ്പോൾ പിന്നെ നീ എന്തിനാ റിജക്റ്റ് ചെയ്ത് കളയുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം നമ്മുടെ ടേറ് അതുമാത്രമല്ല, ഇന്ന് രാവിലെ നീ എന്നെ ഹില്ലിനോട് ഒറ്റക്കിട്ടിട്ട് രക്ഷപ്പെട്ട് കളകില്ലേന്ന് ചോദിച്ചപ്പോൾ നോർത്ത് അത് പിന്നെ നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ കട്ടറുമ്പോൾ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മാറിയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ടേറാണെങ്കിൽ ആ ഒരു ഫോട്ടോഗ്രാഫി ചെയ്യേണ്ട ആ ഒരു സ്ഥലത്തിൻ്റെ അവിടെ എത്തുന്നതാണ്. ആ സമയം നമ്മുടെ മെയ്യാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. അപ്പോൾ അവളെ ക്യാമറ സെറ്റ് എല്ലാം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേ ടൈമിലാണ് നമ്മുടെ ടേർ അങ്ങോട്ടേക്ക് വന്നത്. മെയ് അങ്ങനെ നമ്മുടെ ടേർ അവിടെ നിൽക്കുന്നുണ്ടിട്ട് അല്ല നീ എന്താ ഇവിടെ വന്നേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടേറാണെങ്കിൽ ഞാനാണ് ഇവിടെ ഫോട്ടോഗ്രാഫറായിട്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നീയാണല്ലേ ആ പയ്യൻ, നീ നിൻ്റെ സ്വന്തം ക്യാമറ കൊണ്ടുവന്നോ, ഇത് തൊട്ട് കൊണ്ടുവരണം കേട്ടോ, നമ്മുടെ സെറ്റിൽ ക്യാമറ ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. ആ ടൈമിന് ആ സെറ്റിൽ തന്നെയുള്ള 2 പെൺകുട്ടികൾ അവരുടെ ഫോണിൽ എന്തോ ഒരു സംഭവം നോക്കി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെയ് അങ്ങോട്ടേക്ക് നിന്നിട്ട് എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ അത് പിന്നെ ഹില്ലാണെങ്കിൽ ഒരു പയ്യൻ്റെ വാച്ചൊക്കെ കിട്ടിയ കൈയുള്ള ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തില്ലേ, അത് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് നമ്മുടെ മൈൽഡ് എന്തോ ആണെന്ന്, പക്ഷേ അത് വേറെ ഏതോ ചെക്കൻ അവർ കൈയൊക്കെ പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ, അത് ആരാ ഇനി കണ്ടിട്ടുണ്ടെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയാണ്. ഇതെല്ലാം കേട്ടോടെ നമ്മൾ ടേർന്നിപ്പുണ്ട്. ആ സമയം മെയ്യാണെങ്കിൽ എനിക്കും കണ്ടുപിടിക്കണമെന്നുണ്ട്, ആ പയ്യൻ ഇപ്പോഴും അതേ വാച്ചാൻ്റെ കയ്യിൽ കെട്ടിയിട്ടുണ്ടോ എന്തോ, എങ്കിൽ നമുക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു എന്ന് പറയാണ്. ആ സമയം ഇത് കേട്ടോടെ നമ്മൾ ടേർ ഉടനെ തന്നെ അവൻ്റെ കൈ കിടന്ന് ആ വാച്ച് മാറ്റി വെച്ചിട്ട് നമ്മുടെ മെയ്യിനെ ഇങ്ങനെ വിളിക്കുവാണ്. ആ സമയം മെയ് സോറി ഞാൻ നിൻ്റെ ആരും വിട്ടുപോയി, ഞാൻ നിങ്ങളുടെ അടുത്ത് പിന്നെ സംസാരിക്കാൻ വരാം, ഞാൻ ഇവനെ കൊണ്ട് സെറ്റ് കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മെയ് നമ്മുടെ ടേറിനെ വിളിച്ചുകൊണ്ട് ചെല്ലാണ്. അങ്ങനെ ഹില്ലുള്ള സ്ഥലത്തേക്ക് അവരെത്തുവാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹില്ല് ടേറിനെയും ടേർ ഹില്ലിനെ തന്നെ ഒരു സെക്കൻഡ് നോക്കിയിപ്പോണ്ട്. അതേസമയം മെയ്യാണെങ്കിൽ ഹില്ലിൻ്റെ അടുത്ത് എപ്പോഴാണ് എത്തിയെന്ന് വെച്ചപ്പോൾ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ എന്ന് പറയാണ്. അതിനുശേഷം ഹില്ല് ടേറിനോട് നീ എങ്ങനെ എത്തിയെന്ന് വെച്ചപ്പോൾ ഞാൻ ബസ്സിൽ ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറയാണ്. ആ സമയം ഹില്ല് എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വരത്തില്ല എന്ന് പറയാണ്. ആ സമയം ടേർ ആന്നും കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. ഇവർ നമ്മളുള്ള ഈ ഇൻട്രാക്ഷനല്ല നമ്മുടെ മെയ് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുമുണ്ട്. ആ സമയം മെയ്യിന് എന്തെങ്കിലും ഡൗട്ട് അടിക്കുമെന്ന് കരുതിയിട്ട് ടേറുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഓക്കെ ഫസ്റ്റ് നമുക്ക് ഹില്ലിൻ്റെ ഫോട്ടോസിനെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹില്ലിനെ പിടിച്ച് ചേർത്തിട്ട് പോസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടേറിനോട് ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ മെയ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ടേർ അതനുസരിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന ടൈമിന് ഹില്ലാണെങ്കിൽ അവസാനം നീ എൻ്റെ ഫോട്ടോഗ്രാഫറായി വന്നല്ലോ എന്ന് പറയാണ്. അങ്ങനെ അതും പറഞ്ഞ് രണ്ടുപേരും ഒന്ന് ഐ കോൺടാക്റ്റ് ആയി നിൽക്കുന്ന ടൈമിന് നമ്മുടെ മെയ്ക്ക് എന്തോ കത്തിയിട്ട് നമ്മുടെ മെയ് ഇടയിൽ കയറിയിട്ട് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഹില്ലാണെങ്കിൽ ഓക്കെ എങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോവുക, നമ്മുടെ ടേറിനെ നോക്കിക്കോളേന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ആ സമയം ഓക്കെ ഞാനത് നന്നായിട്ട് നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മെയ്യാണെങ്കിൽ ടേറിന് അടുത്ത വർക്ക് സംഭവം പറഞ്ഞു കൊടുക്കാനായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഇത് നമ്മുടെ ടേറിൻ്റെ മൈൻഡിൽ വേറെ എന്തൊക്കെയോ കിടക്കുവാണ്. അതിനാശ്രയിച്ചിട്ട് മെയ്യാണെങ്കിൽ എവിടെ നോക്കി വരുവാ, ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ, സത്യം പറ ഹില്ല് നേരത്തെ പറഞ്ഞ ഡയലോഗൊക്കെ കേട്ടിട്ടല്ലേ ഇപ്പോൾ നിൻ്റെ ശ്രദ്ധ മാറിയിരിക്കുന്നത്, നീയാണോ ഹില്ലിൻ്റെ ആ ഒരു പോസ്റ്റിലുള്ള ആ പയ്യനെന്ന് ചോദിക്കുകയാണ്. ആ സമയം ടേറുണ്ട് അല്ലല്ല ഞാനിങ്ങനെ താവാനാന്ന് പറയുന്നുണ്ട്. ആ സമയം മെയ് പക്ഷേ മറ്റാരെയും ഹില്ലിങ്ങനെ കെയർ ചെയ്യുന്നതും ഇങ്ങനെ സംസാരിക്കുന്നതും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ടേറാണെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പോയെന്ന് പറയാണ്. ആ സമയം അങ്ങനെ ആയിരിക്കും, ശരി വാ എന്ന് പറഞ്ഞിട്ട് അവൻ അടുത്ത സെറ്റിൽ കൊണ്ടുപോയിട്ട് അവനോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് നീ ആണെങ്കിൽ ബിഹൈൻഡ് ദ സീൻസ് ഫോട്ടോ എടുക്കണം, നിനക്ക് കൊള്ളാമെന്ന് തോന്നുന്ന ഏത് ഫോട്ടോയും ആ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ നടക്കുന്നതൊക്കെ നീ എടുത്ത് വെച്ചോളാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിരിക്കുകയാണ്. കാരണം ആ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഗേളും പോയി ഒരുമിച്ചുള്ള ഫോട്ടോസ് നമ്മൾ അതൊക്കെ എടുക്കുന്നതാണ്. നമ്മുടെ ടേറല്ല അതെടുക്കുന്ന വേറെ പയ്യനുണ്ട്. പക്ഷേ ടേറും സൈഡിൽ നിന്ന് ഓരോ ആംഗിളിൽ ബിഹൈൻഡ് ദ സീൻസ് പോലെ എടുക്കുന്നുണ്ട് ഇതെല്ലാം. ഇതേ സമയം എല്ലാ റെപ്രസെൻറ്റേറ്റീവായി ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മൈൽഡും ഹില്ലും ഒക്കെ ഇരിപ്പുണ്ട്. ഹില്ല് നമ്മുടെ ടേറിനെ തന്നെ നോക്കിയിരിക്കുന്ന മൈൽഡ് ശ്രദ്ധിച്ചിട്ട് അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം നമ്മുടെ ഹില്ലിൻ്റെയും മൈൽഡിൻ്റെയും ഫോട്ടോഷൂട്ട് ടൈമാണ്. അപ്പോൾ ഇവർ രണ്ടും ക്ലോസ് ആയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ടേറിനെ കാണിക്കാൻ തന്നെ ആയിരിക്കും നമ്മുടെ മൈൽഡ് ഹില്ലുമായിട്ട് ഇത്തിരി ഒന്ന് ഓവറായിട്ട് ക്ലോസ് ആയിട്ട് അവന് മുടിയൊക്കെ ഒതുക്കി കൊടുക്കുന്ന പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ടേറിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇവരെ ഫോട്ടോ എടുക്കുന്ന ടൈമിന് നമ്മുടെ ടേറിൻ്റെ അടുത്തോട്ട് മറ്റൊരു പയ്യൻ വരുവാണ്. ആ പയ്യൻ്റെ പേര് ജൂനിയർ എന്നാണ്. ആ പയ്യൻ വന്നിട്ട് ടേറിൻ്റെ അടുത്ത് എൻ്റെ 1-2 ഫോട്ടോ എടുത്ത് കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ടേർ ആ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് ടേറും ആ പയ്യനും കൂടെ അടുത്ത ഫോട്ടോ ഇങ്ങനെ ക്യാമറ വഴി നോക്കുവാണ്. അപ്പം ഹില്ലിന് നല്ല ജലസാവുന്നുണ്ട്. അപ്പോൾ ഹില്ല് ക്യാമറയിൽ നോക്കുന്നതിന് പകരം ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മെയ്യാണെങ്കിൽ നമ്മുടെ ഹില്ലിനോട് ഹിൽ ക്യാമറയിൽ നോക്കാനൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇവരിങ്ങനെ ബ്രേക്ക് എടുക്കുന്ന ടൈമിന് നമ്മുടെ ടേർ അവിടെ സൈഡിൽ ഇരിക്കുകയാണ്. അതേസമയം അവനൊരു ഡ്രിങ്ക്സ് കൊണ്ട് നമ്മുടെ ജൂനിയർ കൊടുത്തിട്ട് നീയാണല്ലേ ടേർ, മെയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീയാണ് ഫോട്ടോ എടുക്കാൻ വരുന്നതെന്ന്, നീ അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് മെയ് വന്നിരുന്നിട്ട് ഇവരോട് സംസാരിക്കുന്നുണ്ട്. ആ സമയം ജൂനിയർ ആണെങ്കിൽ നീയാണോ ഇവനെ സെലക്ട് ചെയ്ത് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചപ്പോൾ അല്ല ഹില്ലാണ് സജസ്റ്റ് ചെയ്തതെന്ന് പറയാണ്. ആ ടൈമിൽ ജൂനിയർ അവൻ്റെ ഫോണിൽ നമ്മൾ ടേറിൻ്റെ കൊടുത്തിട്ട് നിൻ്റെ നമ്പറൊന്നും എനിക്ക് തരാമോ, എനിക്കാണെങ്കിൽ നിൻ്റേത് കുറേ ഫോട്ടോസ് എടുത്ത് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയാണ്. ആ സമയം ടേർ അതിനെന്താ ഞാനും ഫോട്ടോ എടുക്കുന്ന ഒരു മോഡലിനെ നോക്കി നടക്കായിരുന്നു, എന്തായാലും നീ എൻ്റെ മോഡലായിക്കോളാൻ പറയുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് ഹില്ല് വരാണ്. ഹില്ല് നല്ല ദേഷ്യത്തിരിക്കുകയാണ്, നല്ല ജലസൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ അവൻ തിരിച്ച് 2-3 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നമ്മുടെ ജൂനിയറിനെ പറയുന്നുണ്ട്. ആട്ടായിരുന്നു നമ്മുടെ മെയ് ഇടയിൽ കയറിയിട്ട് വഴക്കുണ്ടാകല്ലേ നിർത്താനായിട്ട് പറയാണ്. ആ സമയം അങ്ങോട്ടേക്ക് മൈൽഡും വന്നിട്ട് ഹിൽ നമ്മളെ ഷൂട്ടിന് വിളിക്കുന്നു എന്ന് പറയാണ്. അങ്ങനെ ഹില്ല് അവിടെ നിന്ന്
അങ്ങോട്ട് ചെല്ലാണ്. അങ്ങനെ ഹില്ലും മൈൽഡും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ജൂനിയർ ഷൂട്ട് ചെയ്യാൻ കയറാണ്. ആക്ച്വലി ജൂനിയർ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റില്ല, റെപ്രസെൻറ്റേറ്റീവ് പയ്യനാണ്. അങ്ങനെ നമ്മുടെ ഹില്ല് നേരെ നമ്മുടെ ടേറിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് നിൻ്റെ ഫോണും തരാമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടേറിൻ്റെ ഫോൺ എന്തോ കാര്യത്തിന് വാങ്ങുന്നുണ്ട്. ഇതായിട്ട് തന്നെ മൈൽഡ് അവിടെ സൈഡിൽ നിന്ന് ഇതൊക്കെ നോക്കുകയാണ്. ആ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് സ്കൂൾ ടൈമിൽ നമ്മുടെ ടേറും ഹില്ലും ഒരുമിച്ച് നിൽക്കുന്നത് നമ്മുടെ മൈൽഡ് കണ്ടിട്ടുണ്ടായിരുന്നു. മൈൽഡിനാണെങ്കിൽ അത് ഓർത്തിട്ട് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. കാരണം ഇവർ തമ്മിൽ എന്തോ ഉണ്ടെന്ന് നമ്മുടെ മൈൽഡിന് തോന്നിപ്പോവാണ്. ആ ടൈമിൽ നമ്മുടെ മൈൽഡിൻ്റെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് നീ വീട്ടിൽ പോകാൻ പോവാണോ, ഹില്ലിനെയും കൂടെ വിളിക്കുന്നില്ലേന്ന് വെച്ചപ്പോൾ ഇല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് പോകണമെന്ന് പറയാണ്. ആ സമയം നമ്മുടെ മൈൽഡിൻ്റെ ഫ്രണ്ട് അതെന്താ നിനക്ക് ഹില്ലിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം നീ ഇതിലായിട്ട് ഹില്ലിനോട് പറഞ്ഞില്ലേന്ന് വെച്ചപ്പോൾ മൈൽഡ് അവനെന്നെ തിരിച്ച് ഇഷ്ടമല്ല ഞാൻ എന്ത് ചെയ്യും, നമുക്ക് ഫ്രണ്ട്സായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു എന്ന് പറയാണ്. ആ സമയം നമ്മുടെ മൈൽഡിൻ്റെ ഫ്രണ്ട് പക്ഷേ അവനാണെങ്കിൽ അവൻ സ്നേഹിക്കുന്ന മറ്റാരെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിനക്കത് വിഷമത്തില്ലേ, നിനക്ക് ആ ഫീലിംഗ് സഹിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് നേരെ പ്രസൻറ്റിലേക്ക് വരാണ്. ഇതേ സമയം നമ്മുടെ ഹില്ലും ടേർ ഒരുമിച്ച് കണ്ടിട്ട് മൈൽഡിന് ഇപ്പോഴും നല്ല വിഷമാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ടേർ തിരിച്ച് അവൻ്റെ റൂമിൽ വരുന്നതാണ്. ആ സമയം നോർത്ത് അവിടെ എത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ ടേർ വന്നുകൊണ്ട് ബെഡിൽ കിടന്നിട്ട് അവൻ്റെ ഫോൺ നോക്കിയപ്പോൾ നമ്മുടെ ഹില്ലും ടേറും ഒരുമിച്ചിരിക്കുന്ന സ്കൂൾ ടൈമിലൊരു ഫോട്ടോ അവൻ കാണുവാണ്. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. നമ്മുടെ ടേറിന് ഏതോ കെമിസ്ട്രി ലാബിലെന്തോ ക്ലാസ് ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ കിടന്നുറങ്ങുവാണ്. അവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ എഴുന്നേറ്റ് വരാൻ പറയുന്നുണ്ട്. എന്നാൽ അവൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട്സ് പോയിട്ടും അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് നമ്മുടെ ഹില്ല് വരുവാണ്. ഹില്ല് നമ്മുടെ ടേർ ഉറങ്ങുന്ന കണ്ടിട്ട് ടേർ എഴുന്നേക്ക് ക്ലാസ് കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മുടെ ക്ലാസ് എല്ലാം ഇങ്ങോട്ടേക്ക് വരും, അതുകൊണ്ട് നീ പോകാനായിട്ട് പറയാണ്. എന്നാൽ അത് ഹില്ലാണെന്ന് മനസ്സിലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ടേർ 5 മിനിറ്റ് എന്ന് പറഞ്ഞിരിപ്പുണ്ട്. ആ സമയം അവൻ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഹില്ലിനെ കാണുന്നത്. അവനെ ഞെട്ടി എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഉറക്കമൊക്കെ പെട്ടെന്നൊരു സെക്കൻഡ് കൊണ്ട് പോയ ശേഷം അയ്യോ സോറി ഹില്ലെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ടേറിൻ്റെ ക്ലാസ്സിന് മൊത്തത്തിൽ പണിഷ്മെൻറ്റ് കിട്ടിയിരിക്കുന്നതാണ്. അതായത് അവരാണെങ്കിൽ അവരുടെ ക്ലാസ് റൂം ക്ലീൻ ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ബാസ്ക്കറ്റ് ബോൾ കോർട്ട് 10 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി കറങ്ങി ഓടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയമാണ് നമ്മുടെ ഹില്ല് ബാസ്ക്കറ്റ് ബോൾ പ്രാക്ടീസ് ചെയ്യാൻ അങ്ങോട്ടേക്ക് വരുന്നതും. നമ്മുടെ ടേർ ഇങ്ങനെ ഓടുന്ന കണ്ടിട്ട് വീണ്ടും പണിഷ്മെൻറ്റ് കിട്ടിയോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടേർ ആ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടുവാണ്. അങ്ങനെ ഹില്ലാണെങ്കിൽ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ടൈമിനാണ് നമ്മുടെ മൈൽഡ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഹില്ലിൻ്റെ അടുത്ത് ഹില്ലിന് വീട്ടിൽ പോകുന്നില്ലേന്ന് ചോദിക്കുന്നത്. ആ സമയം എനിക്ക് ബാസ്ക്കറ്റ് ബോൾ പ്രാക്ടീസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് പറയാണ്. ആ സമയം മൈൽഡ് ടീച്ചർ നമ്മുടെ അടുത്ത് 2 പേരെടുത്തും വരുന്ന പ്രോഗ്രാമിന് റെപ്രസെൻറ്റേറ്റീവ് ആവാൻ പറഞ്ഞു, അത് നീ ഒന്ന് ഓർത്ത് വെച്ചേക്ക്, ശരിക്കും പോവാന്ന് പറഞ്ഞിട്ട് മൈൽഡ് പോവാണ്. അതിനുശേഷം നമ്മുടെ ടേർ ഇങ്ങനെ 10 റൗണ്ട് ഓടിക്കഴിഞ്ഞപ്പോൾ അവിടെ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. ആ സമയം ഹില്ലവന് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരിയ്ക്കുന്ന ടൈമിനാണ് അവിടെ ഒരു പയ്യനാണെങ്കിൽ ക്യാമറ ഒക്കെ കൊണ്ടിങ്ങനെ നടപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പയ്യൻ ഇവരുടെ അടുത്ത് ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിട്ട് ആ പയ്യനൊരു ഫോട്ടോ എടുക്കുവാണ്. ആ ഒരു ഫോട്ടോയാണ് നമ്മുടെ ടേർ ഇപ്പോൾ അവൻ്റെ ഫോണിലേക്ക് നോക്കിയിരിക്കുന്നത്. അങ്ങനെ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ടേറാണെങ്കിൽ ഈ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് അടുത്ത ഫോട്ടോയിനെ സ്വൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ടേറും അവൻ്റെ സിസ്റ്റർ ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. അത് കണ്ടത് എന്തോ പെട്ടെന്നൊരു സെക്കൻഡ് കൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ടിരുന്ന അവൻ്റെ മുഖം ഭയങ്കര വിഷമമായിട്ടും എന്തോ എക്സ്പ്രഷനൊന്നും ഇല്ലാത്ത തരത്തിലുള്ളൊരു മുഖമായി മാറുകയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയത്തില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മുടെ നോർത്താണെങ്കിൽ ടേറിനെ കോളേജിലേക്ക് കൊണ്ടുവിടുന്ന ടൈമിന് ഉച്ചയ്ക്ക് ഞാനിത് തിരിച്ച് വിളിക്കാൻ വരണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം വേണ്ട ഞാൻ യൂണിയനിൽ പോകും, എനിക്കവിടെ വർക്ക് ഉണ്ടെന്ന് പറയാണ്. ആ സമയം അത് കഴിഞ്ഞിട്ട് ഹില്ല് നിന്നെ കൊണ്ടുവിടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നോർത്ത് അവനെയും കളിയാക്കിയിട്ട് നോർത്ത് അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. അതിനുശേഷം കാണി നമ്മുടെ ടേറാണെങ്കിൽ നമ്മുടെ മെയ്യുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. ഈ സമയം അവിടെ നമ്മുടെ മെയ്ക്ക് ഇപ്പോഴും ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആ സമയം അവിടെ മെയിനായിട്ട് വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കുന്ന പയ്യൻ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ടേറിൻ്റെ അടുത്ത് ടേർ ഒരു ഹെൽപ്പും കൂടെ ചെയ്യാവോ, ഇവിടെ മെയിനായിട്ട് വീഡിയോ എടുക്കുന്ന പയ്യനൊന്നും വന്നിട്ടില്ല, നിനക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ, പക്ഷേ ഇന്ന് കുറേ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യാനുണ്ട്, കുറേ ടൈം എടുക്കും, ഓക്കെ ആണെന്ന് നോക്കിയാണ്. ആ സമയത്ത് അതിനെന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ ക്യാമറ എടുത്ത് വർക്ക് തുടങ്ങുന്നുണ്ട്. ഹില്ലിനും ഇതിൻ്റെ ഇടയിൽ ഫോട്ടോയൊക്കെ എടുക്കാനുണ്ട്. അങ്ങനെ ഹില്ല് അവൻ്റെ ടൈമായപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അവനാണ് ഈ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ടൈമിന് ആ ക്യാമറയിൽ കൂടെ നമ്മുടെ ടേറിനെ തന്നെ ഭയങ്കര ലവോടെയാണ് ഇവൻ നോക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് മെയ് ആണെങ്കിൽ ഓ നീ അടിപൊളിയായിട്ടുള്ള പോസ് ചെയ്യുന്ന സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നന്നായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കാൻ പറയുന്നതായിട്ടിട്ട് നമ്മുടെ ഹില്ലാണെങ്കിൽ ഇവനാണ് എൻ്റെ ഫോട്ടോഗ്രാഫറെങ്കിൽ ഞാൻ ഇവന് വേണ്ടി എന്തും ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പിക്കപ്പ് ലൈനൊക്കെ അടിക്കുന്നുണ്ട്. ഇതേ ടൈമിന് നമ്മുടെ ഹില്ലിൻ്റെ ഫ്രണ്ട്സായ ആർത്തിഡും ജോഹാനും തോൺഫായി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവർ 3 പേരും ഇവൻ്റെ ഈ പിക്കപ്പ് ലൈനും കേട്ടിട്ട് ഓ എന്തൊരു ചളിയാ ദൈവമേ ഇത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇവൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞതും ഇവർ 3 പേരും അവിടെ വന്നിരിക്കുന്ന കണ്ടിട്ട് ഹില്ല് എന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കിയാണ്. ആ സമയം അവർ ഒന്നുമില്ലെന്നേ ചുമ്മാ നിന്നെ കാണാൻ വന്നതാ, എന്നാൽ വന്നപ്പോൾ ഇവിടെ ഭീകരമായിട്ടുള്ളൊരു സംഭവം നമ്മൾ കണ്ടു, ഇവനാണ് എൻ്റെ ഫോട്ടോഗ്രാഫറെങ്കിൽ ഞാൻ ഇവന് വേണ്ടി എന്തും ചെയ്യും എന്നാൽ പിക്കപ്പ് ലൈൻ അത് നമ്മുടെ ഹില്ല് പറഞ്ഞ പിക്കപ്പ് ലൈൻ ഇവർ തന്നെ തിരിച്ച് ഹില്ല് പറഞ്ഞ് അതേ രീതിയിൽ പറഞ്ഞ് ഹില്ലിനെ കളിയാക്കിയിട്ട് അവനാണല്ലേ നിൻ്റെ പയ്യൻ, അതാണല്ലേ നിൻ്റെ ആളെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അത് തന്നെ എന്നൊക്കെ പറയാണ്. ഇതേ ടൈമിന് അവർ ആ ഷൂട്ടിങ്ങിനിടയിൽ
ബ്രേക്ക് എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടേറാണെങ്കിൽ അവിടെ നിന്ന് നടന്ന് ബ്രേക്ക് എടുക്കാനായിട്ട് സൈഡിലാണ്. ആ സമയം അവൻ പോകുന്ന കണ്ടിട്ട് നമ്മുടെ ആർത്തടും ജോഹാനും എല്ലാം എന്തായാലും വന്നതല്ലേ നിൻ്റെ കൃഷിനോട് ഞങ്ങൾ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹില്ല് തടക്കിയിട്ടും അതൊന്നും കേൾക്കാതെ നേരെ ടേറിനോട് സംസാരിക്കാനായിട്ട് പോവുകയാണ്. അവരെന്തെങ്കിലും കുളമാക്കാനും ചാൻസ് ഉള്ളതുകൊണ്ട് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജോൺഫായും ഹില്ലും അവരെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേർ ഒരിടത്ത് നിൽക്കുന്ന ടൈമിന് ഇവരങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോഹാനെ ഓൾറെഡി മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ജോഹാനെ കണ്ടപ്പോൾ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ആർത്തിനും ടോൺഫായൊക്കെ ഞങ്ങൾ ഹില്ലിൻ്റെ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞിട്ട് സ്വയം പരിചയപ്പെടുത്തുവാണ്. എന്നിട്ട് അവരാണെങ്കിൽ നമ്മുടെ ടേറിനോട് ഒരു കാര്യം പറയട്ടെ, നിനക്ക് ഹില്ലിനെ ഇഷ്ടമല്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി ചെന്ന് അവൻ്റെ അടുത്ത് പറയുന്നു വേണ്ടിട്ടോ, ചെക്കൻ തകർന്നു എന്ന് പറയുകയാണ്. ഇതെല്ലാം നമ്മുടെ ഹില്ലിൻ്റെ മുന്നിൽ നിന്ന് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഹില്ല് നമ്മുടെ ടേറിൻ്റെ അടുത്ത് ഇവന്മാർ പറയുന്ന മൈൻഡ് ചെയ്യുന്നു വേണ്ട ടേർ, എനിക്ക് ഇതിൻ്റെ അടുത്ത് കുറച്ച് കാര്യം സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ടേറിൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ ആർത്തിടിനെയും ജോഹാനെയൊക്കെ ഏൽപ്പിച്ചിട്ട് ടേറിനെയും കൊണ്ട് മറ്റൊരിടത്തേക്ക് മാറി കാണും. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഹില്ലാണെങ്കിൽ ടേറിൻ്റെ അടുത്ത് ടേർ, നമ്മൾ പാസ്റ്റിൽ നടന്ന സംഭവങ്ങളെല്ലാം ഒന്നും നടക്കാത്ത പോലെ ഒഴുക്കി മാറി എല്ലാം കളയാൻ ശ്രമിച്ചു, എന്നാൽ അതൊന്നും നമുക്കിനി മാറ്റാൻ പറ്റത്തില്ലല്ലോ, നമുക്കെല്ലാം ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടേറിൻ്റെ അടുത്ത് നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കയറി ഞാൻ ചോദിച്ചാൽ നീ ശരിക്കും മറുപടി തരുമെന്ന് വെച്ചപ്പോൾ അഫ്കോഴ്സ് 100% നിനക്കെന്നെ വിശ്വസിക്കാം, നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ അത് പ്രൂവ് ചെയ്തും തരാം, നീ ചോദിക്കുന്നത് എന്തിനും ഞാൻ മറുപടി തരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടേർ ഓക്കെ ഞാൻ ചോദിക്കാം, നീയും മൈൽഡും ഡേറ്റിംഗ് അല്ലേ നോക്കിയാണ്. ആ സമയം ഡേറ്റിങ്ങോ, ഞാനും അവൾ ഫ്രണ്ട്സാണ്, അവളെ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മൾ ടേർ ചക്കറി ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ എൻ്റെ ചേച്ചീനെ നിനക്ക് ഇഷ്ടമല്ലേന്ന് വെച്ചപ്പോൾ അല്ലല്ലോ നിൻ്റെ ചേച്ചി എൻ്റെ സിസ്റ്ററിനെ പോലെയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ടേർ പിന്നെ ഞെട്ടിയിട്ട് പക്ഷേ നിങ്ങൾ രണ്ടുപേരെയും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്ന്, അപ്പോൾ നിനക്കെന്നെ ചേച്ചിനെ ഇഷ്ടമല്ലല്ലേ? ഞാൻ വിചാരിച്ചു നിനക്കെന്നെ ചേച്ചിനെ ഇഷ്ടമാണെന്ന്. അല്ല അപ്പം നീ എന്നെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് നോക്കിയാണ്. ആ സമയമില്ലേ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചപ്പോൾ ടേറാണെങ്കിൽ അല്ല ഞാൻ പറഞ്ഞത് നീ എന്നെ ഏത് രീതിയിലാണ് കാണുന്നത്, ഞാൻ നിനക്ക് ആരാന്ന് നോക്കിയാണ്. ആ സമയമില്ല അത് നിനക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ലെന്ന് വെച്ചപ്പോൾ ടേർ എന്ന് വെച്ചാൽ ലൈക്ക് നിനക്ക് എൻ്റെ അടുത്ത് ആ ഫീലിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയമില്ലേ നീ ഉദ്ദേശിച്ചത് ലവ് ആണെങ്കിൽ ഉണ്ട് എനിക്കിതിനെ ഇഷ്ടമാണെന്ന് പറയാണ്. ആ സമയം നമ്മുടെ ടേർ പക്ഷെ അതെപ്പോൾ ഞാൻ അറിയില്ലല്ലോ, എനിക്ക് കുറേ നാളായിട്ട് നിൻ്റെ അടുത്ത് ക്രഷ് ഉള്ളതാ, എന്നിട്ടും ഞാൻ അത് മനസ്സിലാക്കിയില്ലല്ലോ എന്ന് പറയാണ്. ആ സമയം ഹില്ല് നിനക്കെന്നോട് ക്രഷ് ഉണ്ടായി തുടങ്ങിയതിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ എനിക്ക് നിൻ്റെ അടുത്ത് ക്രഷ് ഉണ്ടായി തുടങ്ങിയതാണ്, എനിക്ക് അതിനു മുമ്പേ നിന്നെ അറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹില്ല് ടേറിനെ കിസ് ചെയ്യാണ്. അങ്ങനെ അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡിലൂടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.